ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇഫ്താർ സ്പെഷ്യലായ തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതും വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ ചൂട് സമയമായ കാരണം ഇതൊരു ഗ്ലാസ് കുടിക്കുന്നത് സൂപ്പറാണ് കേട്ടോ. നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവർ എന്തായാലും ഇത് കണ്ടതിന് ശേഷം എന്തായാലും ഉണ്ടാക്കി നോക്കി ഇതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റോസ്റ്റഡ് സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സേമിയ വേണമെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിൽ റോസ്റ്റഡ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോസ്റ്റഡ് എടുത്ത കാരണം തന്നെ കുറച്ച് സമയമാണ് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കാത്തവരാണെങ്കിൽ ഒരുവിധം ഇതേപോലെ കളറ് വരണ വരെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തോളൂ കേട്ടോ. അതിനുശേഷം ആ പാനിൽ തന്നെ ഞാനൊരു 1/4 കപ്പ് റവ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ വറുക്കാത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളും അതുപോലെ വറുക്കാത്ത റവ എടുത്തോളൂ. റവ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു റവയ്ക്കൊരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറണ വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആ ചൂട്ടിൽ തന്നെ വെച്ചരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പാനിൽ ഞാനൊരു 1.5 കപ്പ് പാലെടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ച പാലായിരുന്നു കേട്ടോ. 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു 1.5 ലിറ്റർ 1 ലിറ്റർ പാലും പിന്നെ ഒരു 1/2 ലിറ്റർ വെള്ളം അങ്ങനെ ഒരു പാകത്തിനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊക്കെ ചൂടായതിന് ശേഷം ഞാൻ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ഒന്നൊരു പകുതി വേവ് വരെ ഒന്ന് വെന്ത് കിട്ടണം. പാലൊക്കെ തിളച്ചതിന് ശേഷം സേമിയ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് വേവട്ടെ. നന്നായിട്ടൊന്ന് അടി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് സേമിയ അടിയിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം ഒക്കെ സേമിയൊക്കെ നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടല്ല, ഒരുവിധം മീഡിയം വേവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സേമിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വേവല്ല കേട്ടോ, ഒരു പകുതി വേവ് ആവുക വേണ്ടോ. ഇനി നമുക്ക് നമ്മുടെ റവ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. റവ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒപ്പം തന്നെ നമുക്കിതാ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നുള്ള് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. റവയും കൂടിയും ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് കുറുകിയ പോലെ ആവും കേട്ടോ. അപ്പോൾ അതേ റവ വേവാനുള്ള അധികം ടൈം വേണ്ട, ഒരു 2-3 മിനിറ്റിനുള്ളിൽ റവ വെന്ത് കിട്ടും. കണ്ട ഈ ഒരു പാകം മതി കേട്ടോ. നന്നായി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്നാൽ ഇളക്കി നമുക്ക് കുടിക്കാൻ പാകത്തിലുള്ള ലൂസിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ട ഇപ്പം നന്നായിട്ട് നല്ല ലൂസിൽ റവയൊക്കെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഏലക്കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഏലക്കായ എടുത്തിട്ട് പഞ്ചസാരയും കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം. ഇറക്കാൻ നേരത്താണ് കേട്ടോ ഞാനിതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ റവയൊക്കെ വെന്തതിന് ശേഷമാണ്. പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഏലക്കായുടെ ഫ്ലേവർ എത്തുന്ന വിധം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി, അതായത് 4 ചുവന്നുള്ളി നമ്മൾ വട്ടനെ അരിഞ്ഞിട്ട് ഇതിലൊന്ന് നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ സ്മെല്ലും അതും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ ഉള്ളി ചേർക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്താലാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നെയ്യൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നതിന് ശേഷം നമുക്കിത് ആ ചുവന്നുള്ളി ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാനൊരു 4 പൊറ്റ ചുവന്നുള്ളിനെ എടുത്തിട്ടുള്ളൂ. അത് വട്ടനെ അരിഞ്ഞിട്ട് ആ നെയ്യിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് കുറച്ച് കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട്
നെയ്യിൽ നമ്മുടെ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ എന്താണ് നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ ആ നട്ട്സ് നമ്മൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂടായതിന് ശേഷം നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് നമ്മുടെ നെയ്യും അണ്ടിപ്പരിപ്പും ഇതൊക്കെ മൂപ്പിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പാത്രത്തിലേക്ക് കുറച്ചും കൂടിയും ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്കത് കഴിക്കാൻ എടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരു ലൈറ്റ് ചൂടിൽ കഴിക്കാനാണ് കേട്ടോ നല്ല ഇഷ്ടം. അപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നോമ്പുതുറ സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു കുടിക്കാൻ പാകത്തിനുള്ളൊരു ചൂടിനാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം സേമിയ പായസം നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ, ഈ റവയും കൂടിയും അതും ഉള്ളിയും ഒക്കെ മൂത്ത് അതിലിട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.